ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് മിത്തു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. RRB ഗ്രൂപ്പ് ഡിയിലെ മാത്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അതെങ്ങനെ ചെയ്യാമെന്നും അതേപോലെ അത് വളരെ സെക്കൻഡ്സിൽ എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതേപോലത്തെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്ട് നമ്മുടെ മാത്സിൽ ചോദിച്ച ഒരു 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്ക്വയർ റൂട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. ഇതിന്റെ മൂല്യം കണ്ടെത്തുക, അതായത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അങ്ങനെ ക്വസ്റ്റ്യൻ √30 പ്ലസ് വീണ്ടും അകത്തൊരു റൂട്ട് അല്ലെ 30 പ്ലസ് √30 പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഇതിങ്ങനെ പോകും. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് നോർമലി നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. അതിനുശേഷം പെട്ടെന്ന് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്ന് പറയാം. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിനെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. എക്സ് ഈക്വൽ ടു ഈ വാല്യൂ √30 പ്ലസ് √30 പ്ലസ് അങ്ങനെ എക്സെട്ര ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ റൂട്ട് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ സോൾവ് ചെയ്യാൻ ആദ്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ, രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കുന്നു അല്ലെ. നമുക്കറിയാം √A ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എ ആണ് അല്ലെ. റൂട്ടിനകത്ത് ഇട്ടിട്ട് നമ്മൾ സ്ക്വയർ ചെയ്താൽ പുറത്ത് അത് സ്ക്വയർ റൂട്ടിന് പുറത്ത് അത് വരും അല്ലെ, എ എന്ന ആൻസർ. അപ്പൊ അതേപോലെ ഈ രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ എക്സ് സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ഈ റൂട്ട് അങ്ങ് പോകും അല്ലെ. എന്നിട്ട് എന്ത് വരും, 30 പ്ലസ് √30 പ്ലസ് √, അതെല്ലാം അവിടെ തന്നെ ഉണ്ട് അല്ലെ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, ഇത് മാത്രം നോക്കി √30 പ്ലസ് √30 എക്സെട്ര. അത് തന്നെയല്ലേ നമ്മൾ എക്സ് എന്ന് ആദ്യം നോട്ട് ചെയ്തത്. സോ നമ്മൾ എന്ത് എഴുതും, എക്സ് സ്ക്വയർ ഈക്വൽ ടു 30 പ്ലസ് എക്സ് അല്ലെ. ഇതാണ് നമ്മൾ ആദ്യം തന്നെ എക്സ് എന്ന് കൊടുത്തത് അല്ലെ. അപ്പൊ അത് എക്സ് എന്ന് എഴുതി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 30 പ്ലസ് എക്സ് എന്ന് എഴുതി അല്ലെ. ഇനി ഇതൊന്ന് സോൾവ് ചെയ്തേ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 30 ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? ഇതെന്തായി, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആകും അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന എങ്ങനെയാ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AX² പ്ലസ് BX പ്ലസ് C ഈക്വൽ ടു 0 അല്ലെ. രണ്ടിന്റെ പവർ വരുന്ന ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ. ക്ലിയർ അല്ലേ? ഇനി ഒന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ നമ്മൾ അതിന്റെ വാല്യൂ എക്സിന് രണ്ട് വാല്യൂസ് ഉണ്ടെന്ന് പറയും. അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, ഇത് നമുക്കറിയാം. ഇവിടെ 1 വരുന്ന കേസ് വളരെ എളുപ്പമാണ്. പ്രോഡക്റ്റ് അല്ലെങ്കിൽ രണ്ട് നമ്പർ ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, -30 കിട്ടണം. രണ്ട് നമ്പർ സം ചെയ്യുമ്പം കൂട്ടുമ്പം നമുക്ക് -1 കിട്ടണം. അതെന്താ ഞാൻ എഴുതിയത് നോക്കിയേ. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ 1, സിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ -30. അപ്പം പ്രോഡക്റ്റ് എന്താ ഒരു -30. ഏതോ രണ്ട് നമ്പർ, ആ രണ്ട് നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോൾ -30 വരണം. ആ രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ -1 വരണം. അങ്ങനെയുള്ള നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആണോ? എന്താ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എ ഇവിടെ 1 ആണ്, സി ഇവിടെ -30 ആണ്. സോ -30 വന്നു. സം എന്ന് പറഞ്ഞാൽ ഏതാണ്, ബി ആണ്. ബിയുടെ വാല്യൂ എന്താണോ അതാണ് സം വരേണ്ടത്. ബിയുടെ വാല്യൂ ഇവിടെ എന്താ -1. സൈൻ ഒക്കെ നോക്കിക്കോണം. ഓക്കെ, -1. അപ്പം ഏതോ രണ്ട് നമ്പർ അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പം -30യും സം എടുക്കുമ്പോൾ -1 കിട്ടുന്ന രണ്ട് നമ്പർ ഏതാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 30 കിട്ടണമെങ്കിൽ ഏതാ, നമുക്കറിയാം 5 × 6 30 ആണ്, 10 × 3 അങ്ങനെ നമ്മൾ അതിന്റെ ഘടകങ്ങൾ ആലോചിച്ച് നോക്കും അല്ലെ. 5 × 6, 10 × 13, 15 × 2. പിന്നെ ഇനി നമ്മൾ നോക്കേണ്ടത് സമ്മ് ഡിഫറൻസ് മീൻസ് അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -1, അതായത് -1 കിട്ടുന്നതിൽ അതിന്റെ ഡിഫറൻസ് എടുക്കുന്നത് 1 ആയിരിക്കണം എന്നർത്ഥം അല്ലെ. അങ്ങനെയുള്ള നമ്പർ ഏതാണ്, 5ഉം 6ഉം. ഇനി -30 വരണമെങ്കിൽ രണ്ട് ചാൻസ് ഉണ്ട്. ഒന്ന് -5ഉം 6ഉം, അല്ലെങ്കിൽ എന്താ 5ഉം -6ഉം അല്ലെ. രണ്ട് ചാൻസ് ആണുള്ളത്. -30 വരണമെങ്കിൽ ഒന്നി -5 6 അല്ലെങ്കിൽ 5 -6. ഇനി ഇതിൽ ഏതിലാണ് സം എടുക്കുമ്പോൾ -1 വരുന്നത് നോക്കിയാൽ പോരായോ. ഇത് രണ്ടും കൂടെ സം എടുക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ സം എടുക്കുമ്പോൾ -1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ എടുക്കേണ്ട ഏതാണ്, ഇതാണ് അല്ലെ. എക്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 5ഉം -6ഉം ആണ്. ഇനി ഇതിന്റെ സൊല്യൂഷൻ എഴുതുന്നത് എങ്ങനെയാ, ഈ നമുക്ക് കിട്ടിയ നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈൻ, അതായത് ഇത് +5 എന്നും -6 എന്നും അല്ലേ കിട്ടിയത്. സോ ആൻസർ എന്ത് വരും, എക്സ് ഈക്വൽ ടു +5 ആയതുകൊണ്ട് -5 എന്നും
-6 ആയതുകൊണ്ട് +6 എന്നും. ഇതാണ് ആൻസർ. x = -5ഉം 6ഉം. ഇപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ആണ്, നമ്മളിവിടെ നിന്ന് നെഗറ്റീവ് ഇല്ലല്ലോ. പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 6. സോ ഓപ്ഷൻ എ 6. ഇത് 5 ആണ് കേട്ടോ, +5. പക്ഷെ നമ്മുടെ ആൻസർ -5 ആണ്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അപ്പം ഈ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഇത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതേപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്, √30 പിന്നെ പ്ലസ് അല്ലെ, അകത്തൊക്കെ പ്ലസ്, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോയാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ നമ്പർ എടുക്കുക 30. ഓക്കെ, അതിന്റെ ഫാക്ടേഴ്സ് ആലോചിക്കുക. എന്താണ് ഫാക്ടേഴ്സ് ആലോചിക്കുക? ആ ഫാക്ടേഴ്സ് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ആ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കണം. അങ്ങനെയുള്ള ഫാക്ടേഴ്സ് വേണം നമ്മൾ ചിന്തിക്കാൻ. അതായത് 30 എന്ന് പറയുമ്പോൾ അതിന് ഫാക്ടേഴ്സ് ഏതൊക്കെയുണ്ട്? 15, 2 നമുക്ക് എഴുതാം, 1, 30 എഴുതാം, 6, 5 എഴുതാം അല്ലെ? ഇവിടെ ഏത് ഫാക്ടറിനാണ് തമ്മിൽ ഡിഫറൻസ് 1? ഇതിന്റെ ഡിഫറൻസ് 1 ആണോ? അല്ല. ഇതിന്റെ ഡിഫറൻസ് 1 ആണോ? അല്ല. ഇതിന്റെ ഡിഫറൻസ് 1. അപ്പൊ ഏത് ഫാക്ടർ എടുക്കേണ്ടത്? 6 എന്നും 5 എന്നും എടുക്കും. മനസ്സിലായോ? ഡിഫറൻസ് 1ൽ വരുന്ന രണ്ട് ഫാക്ടേഴ്സ്, 30യുടെ രണ്ട് ഘടകങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 30ക്ക് 6ഉം 5 എന്നും കിട്ടി. ഇനി ആൻസർ പറയേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്ലസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ പ്ലസ് അല്ലേ, പ്ലസും ചോദിക്കാം മൈനസും ചോദിക്കാം. ഓക്കെ, പ്ലസ് ആണ് തന്നിരിക്കുന്നെങ്കിൽ ഈ കണ്ടുപിടിച്ച ഫാക്ടേഴ്സിലെ ബിഗർ നമ്പർ നമ്മൾ ആൻസർ ആയിട്ട് പറയണം. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിലെ സ്മോളർ നമ്പർ, ചെറിയ നമ്പർ വേണം പറയാൻ. ക്ലിയർ ആണോ? അപ്പം ഡിഫറൻസ് 1 ആയിട്ടുള്ള, ഇവർ തമ്മിലുള്ള വ്യത്യാസം 1 വരുന്ന രണ്ട് ഘടകങ്ങൾ, രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ എടുത്തു. എന്നിട്ട് എന്താ ആൻസർ പറയേണ്ടത് എങ്ങനെയാ? പ്ലസ്. ക്വസ്റ്റ്യനിൽ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലെ ബിഗർ നമ്പർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഇനി മൈനസ് ആണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഇതിലെ സ്മോളർ നമ്പർ വേണം ചൂസ് ചെയ്യാൻ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് വേഗം ഇതിന്റെ ആൻസർ പറഞ്ഞൂടെ? നോക്കിയേ, 30യുടെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5, 6, പ്ലസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 6, ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, √12 പ്ലസ് √12, അതായത് 30യുടെ സ്ഥാനത്ത് 12 വന്നേക്കുന്നു. എങ്ങനെ ചെയ്യാം? 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഫാക്ടേഴ്സ് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഡിഫറൻസ് 1 വരുന്നത് അല്ലെ, വ്യത്യാസം 1 വരുന്ന ഫാക്ടേഴ്സ് വേണം നമ്മൾ എടുക്കാൻ. ഏതായത് 4ഉം 3യും. ദെൻ പ്ലസ് ആയതുകൊണ്ട് ഇതിലെ ലാർജർ നമ്പർ ആയ 4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ സി 4. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 56 അല്ലെ, 56 ആ വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഫാക്ടേഴ്സ് ആലോചിച്ച് നോക്കിയേ. 56 എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? 8ഉം 7ഉം അല്ലെ. 8 × 7 ആണ് 56. ഡിഫറൻസ് 1 ആണ്. പ്ലസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയും? അതിലെ ലാർജർ നമ്പർ അല്ലെങ്കിൽ ബിഗർ നമ്പർ എടുക്കും. സോ ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, √110 പ്ലസ് √110 അങ്ങനെ പോയേക്കോ. അപ്പൊ നമ്മൾ എടുക്കേണ്ട നമ്പർ 110 ആണ്. അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? ഡിഫറൻസ് 1 വരുന്നത് 11ഉം 10ഉം അല്ലെ. 11ഉം 10ഉം ആണ് ഡിഫറൻസ് 1 വരുന്നത് അല്ലെ. എങ്ങനെയാണെങ്കിൽ പ്ലസ് ആണ്. സോ ലാർജർ നമ്പർ 11 ആണ് ആൻസർ, ഓപ്ഷൻ ബി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ് ഇതേതാ? -1 അല്ലെ. അപ്പൊ ശ്രദ്ധിക്കണം, നമ്മൾ എന്താ പറഞ്ഞത്? പ്ലസ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഫാക്ടേഴ്സിലെ വലിയ നമ്പർ ആണ് നമ്മൾ എഴുതുന്നത്. മൈനസ് ആണെങ്കിൽ നമ്മൾ എഴുതുന്ന ഫാക്ടേഴ്സിലെ ചെറിയ നമ്പർ ആണ് അല്ലെ. 12 ആണെങ്കിൽ എന്ത് വരും? 4, 3. ഇത് നമ്മൾ അതേപോലെ നേരത്തെ ചെയ്തതിന്റെ കൂടെ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്തിട്ടാണ് ആൻസർ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഇതെങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഫാക്ടേഴ്സ് നമ്മൾ 4, 3 എഴുതി. മൈനസ് ആയതുകൊണ്ട് ഇതിലെ ചെറിയ നമ്പറായ 3. സോ ഓപ്ഷൻ സി 3. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, √72 മൈനസ് √72 അല്ലെ. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 72നെ ഫാക്ടർ ആക്കുക. 8, 9 അല്ലെ, രണ്ട് ഫാക്ടേഴ്സ് ആയി. പിന്നെന്താ? ഡിഫറൻസ് 1 ആണ്. മൈനസ് ആയതുകൊണ്ട് തന്നെ സ്മോളർ നമ്പർ അല്ലെ, 8. ഓപ്ഷൻ സി 8. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ? അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ഇതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ പ്രീവിയസ് ഇയർ നോക്കി ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ RRB ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കതിൽ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതേപോലെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകളും, അതുപോലെ വീക്ക്ലി എക്സാംസും ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസും മെന്റർഷിപ്പ് പ്രോഗ്രാമും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ PDF നോട്ട്സും അതേപോലെ ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻസും ഒക്കെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ സമയം ഒട്ടും കളയരുത്. ഇപ്പോഴേ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങിയാൽ എക്സാം നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.